ഒന്ന് കൊടുത്താട്ടെ. സമർപ്പണത്തോടെ ഒന്ന് ചേർന്ന് കർത്താവിന്റെ നാമത്തെ നമുക്ക് ഉയർത്താം. ഹല്ലേലൂയ. ജീസസ്. യേശുവേ എൻ നാഥനേ, യേശുവേ എൻ കർത്തനേ, നീയല്ലാതെ ആശ്രയിപ്പാൻ ഭൂവിലാരുള്ളൂ. യേശുവേ എൻ നാഥനേ, യേശുവേ എൻ കർത്തനേ, നിന്നെപ്പോൾ സ്നേഹിതനായി വേറെ ആരുള്ളൂ. ഇനി എൻ്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി, ഇനി എൻ്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി. യേശുവേ എൻ നാഥനേ, യേശുവേ എൻ നാഥനേ, യേശുവേ എൻ നാഥനേ, യേശുവേ എൻ കർത്തനേ, നീയല്ലാതെ ആശ്രയിപ്പാൻ ഭൂവിലാരുള്ളൂ. അവനിൽ ആശ്രയിച്ചവർ ചേർന്ന് യേശുവേ എൻ നാഥനേ, യേശുവേ എൻ കർത്തനേ, നിന്നെപ്പോൾ സ്നേഹിതനായി വേറെ ആരുള്ളൂ. അതുകൊണ്ട് എൻ്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി, ഇനി എൻ്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി. യേശുവേ ഉയർത്താം അവന്റെ നാമം ഇന്ന് പകൽ. എൻ നാഥനേ, എൻ നാഥനേ, യേശുവേ, യേശുവേ, ഓ എൻ നാഥനേ, യേശുവേ എൻ ആശയേ, യേശുവേ എൻ കർത്തനേ, നീയല്ലാതെ ആശ വയ്ക്കാൻ ഭൂവിലാരുള്ളൂ. യേശുവേ എൻ ആശയേ, യേശുവേ എൻ കർത്തനേ, നിന്നെപ്പോ യോഗ്യനായി വേറെ ആരുള്ളൂ. ഇന്ന് പകൽ യേശു എനിക്കും നിങ്ങൾക്കും ആരാണെന്ന് ഒരു നല്ല ബോധ്യമുണ്ടെങ്കിൽ ഇന്ന് പകൽ ഈ വരികൾ അതിനകത്തെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. യേശു എനിക്കാരാണെന്ന് വിളിച്ചു പറയുകയാണ് ഇന്ന് പകൽ. അവൻ എൻ്റെ ജീവിതത്തിൽ ആരാണ്, എത്രത്തോളം എനിക്ക് വേണ്ടപ്പെട്ടതാണ് എന്ന് ഇന്ന് പകൽ ഞാനും നിങ്ങളും ഒന്ന് മനസ്സിലാക്കുക. അവൻ ഒഴികെ നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മയുമില്ല. അവനെ പിരിഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഇനിയുള്ള ജീവിതം അവനായി ജീവിക്കുവാൻ, ഇനിയുള്ള നാളുകൾ അവന്റെ നാമമഹത്വത്തിന് വേണ്ടിയായി തീരുവാൻ, നമ്മുടെ ശബ്ദം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ജീവിതം മുഴുവൻ അവന്റെ നാമമഹത്വത്തിന് വേണ്ടി കൊടുക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ ആ നാമത്തെ ഉയർത്താം. യേശുവേ, യേശുവേ, എൻ നാഥനേ, തന്നോട് വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഉത്തരമരുളുന്നവൻ ഇന്ന് പകൽ നമ്മുടെ വിളി കേൾക്കുകയാണ്. എൻ നാഥനേ, എൻ നാഥനേ, യേശുവേ എന്നോഹരി, യേശു മാത്രം സർവവും, നീയല്ലാതെ ആഗ്രഹിപ്പാൻ ഭൂവിലാരുള്ളൂ. ഹൃദയം തുറന്നൊന്ന് പാടുമോ? യേശുവേ എന്നോഹരി, എന്നേശു മാത്രം സർവവും, നിന്നെപ്പോൾ സമ്പത്ത്
സമ്പത്തായി വേറെ ആരുള്ളൂ? ആ വരികളൊന്ന് പാടുമോ? യേശുവേ എന്നോഹരി, എൻ യേശു മാത്രം സർവവും, നീയല്ലാതാഗ്രഹിപ്പാൻ ഭൂവിലാരുള്ളൂ? യേശുവേ എന്നോഹരി, എൻ യേശു മാത്രം സർവവും, നിന്നെപ്പോൽ സമ്പത്തായി വേറെ ആരുള്ളൂ? അതുകൊണ്ട് ഇനി എൻ്റെ ജീവിതം നിനക്കാ, ഇനിയുള്ള നാളുകൾ നിനക്കാ, ഇനി എൻ്റെ ജീവിതം നിനക്കാ, ഇനിയുള്ള നാളുകൾ നിനക്കായി. യേശുവേ യേശുവേ എന്നാഥനേ എന്നാഥനേ, യേശുവേ 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 എന്നാഥനേ. ഇന്ന് രാത്രി സർവശക്തിയുള്ള ആ നാമത്തെ ഒരിക്കൽ കൂടി യേശുവേ 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 യേശുവേ, ഓ എന്നാഥനേ. നീ എൻ്റെ സ്വന്തം യേശുനാഥ, ഞാൻ നിന്റെ സ്വന്തം യേശുനാഥ, നീ എൻ്റെ സ്വന്തം യേശുനാഥ, ഞാൻ നിന്റെ സ്വന്തം യേശുനാഥ. എപ്പോഴും എന്നെ നോക്കിയിടുന്ന നിൻ കണ്ണുകളെത്ര സൗന്ദര്യമേ, എപ്പോഴും എന്നെ നോക്കിയിടുന്ന നിൻ കണ്ണുകളെത്ര സൗന്ദര്യമേ. നീ എൻ്റെ സ്വന്തം, നീ എൻ്റെ സ്വന്തം യേശുനാഥ, ഞാൻ നിന്റെ സ്വന്തം യേശുനാഥ. എപ്പോഴും എന്നെ നോക്കിയിടുന്ന നിൻ കണ്ണുകളെത്ര സൗന്ദര്യമേ, എപ്പോഴും എന്നെ എപ്പോഴും എന്നെ നോക്കിയിടുന്ന നിൻ കണ്ണുകളെത്ര സൗന്ദര്യം. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര ഇന്ന് പകലും മാറ്റമില്ലാത്ത യേശുവിന്റെ വിശ്വസ്തത അനുഭവിക്കുന്നവർ എന്നെ കേൾക്കുന്നെങ്കിൽ ചേർന്ന് ശബ്ദമുയർത്തി പാടാമോ? യേശു മാറാത്തവൻ, യേശു ആര് മാറിയാലും മാറാത്തവൻ, ആര് മറന്നാലും മറക്കാത്തവൻ, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ, വാക്കുമാറാത്ത ദൈവം. ഇന്ന് പകൽ അവനിൽ ആശ്രയിച്ചുകൊണ്ട് ഓ ഞങ്ങളുടെ കൂടെയുള്ള ദൈവമേ യേശു, ഓ യേശു മാറാത്തവൻ, യേശു ഇന്ന് പകൽ അവനിലുള്ള സംശയങ്ങളെല്ലാം മാറട്ടെ. യേശു എനിക്ക് മതിയായവനാണെന്ന് ഇന്ന് പകൽ എല്ലാവരും, ഇത് കേൾക്കുന്ന എല്ലാവരിലും ആ വിശ്വാസം അതൊന്ന് വർദ്ധിക്കട്ടെ. അവൻ മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നു
സന്തോഷമുള്ളവരെല്ലാം ചേർന്ന് കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാണ്. സാഹചര്യങ്ങൾ സങ്കീർണമാകുമ്പോൾ കർത്താവിൽ അവിശ്വസിക്കാതെ അവനിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നേറുവാൻ ദൈവജനമേ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് വീണ്ടും ഓർപ്പിക്കുകയാണ്. ചില തടസ്സങ്ങൾ കാണുമ്പോൾ, ചിലതിൽ നിന്ന് നാം പിന്മാറുമ്പോൾ, ചെങ്കടലിൽ വഴി അടച്ചുവെച്ച് തൻ്റെ ജനത്തെ അതിനു മുമ്പിലേക്ക് നയിച്ച ഒരു വലിയ കർത്താവുണ്ട്. ഇന്ന് പകൽ അവൻ ആഗ്രഹിക്കുന്നത്, നമ്മെക്കുറിച്ച് അവൻ ആഗ്രഹിക്കുന്നത്, തടസ്സങ്ങൾക്കകത്തും അസാധ്യതകളുടെ ഒരു വലിയ മല നമ്മുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുമ്പോഴും അതിനു മുകളിലൂടെ കടത്തുവാൻ അവൻ സർവശക്തനാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം പേരെയാണ് ഇന്ന് പകൽ എൻ്റെ കർത്താവിന് വേണ്ടത്. അങ്ങനെയെങ്കിൽ ഇന്ന് അത് നിങ്ങളുടെ ഭവനത്തിൽ വിശ്വസിച്ച് തുടങ്ങുക. നിങ്ങൾ പരസ്പരം ആ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങളെ ഒന്ന് നടത്തുക. പ്രതിസന്ധികൾ എന്തുമാകട്ടെ, സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, നമ്മുടെ ദൈവം നമ്മെ എത്തിക്കാമെന്ന് പറഞ്ഞിടത്ത് എത്തിക്കും. അവൻ നമുക്ക് വേണ്ടി വഴി തുറക്കുമെന്ന് അടുത്ത് നിൽക്കുന്ന നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോട് തന്നെ ഒന്ന് പറഞ്ഞേ. അവൻ നമ്മോട് അവിശ്വസ്തത കാണിക്കത്തില്ല. അവന്റെ വിശ്വസ്തത ഇന്ന് നമുക്ക് വേണ്ടി വെളിപ്പെടും. Come on. നമുക്ക് വേണ്ടി അവൻ കരുതുന്നുണ്ട്. നമുക്ക് വേണ്ടി അവൻ വഴി തുറക്കുന്നുണ്ട്. നമുക്ക് മുൻപടയായി പിൻപടയായി സ്വർഗീയ സൈന്യങ്ങളുണ്ട്. നാം ചെയ്യേണ്ടത് ഇത്രമാത്രം: നമ്മോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഇന്ന് പകൽ ഓർത്തുകൊണ്ട് നമുക്ക് മുന്നേറാം. അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും തൻ്റെ ആത്മാവിനെ പകർന്നുകൊണ്ട് ഒരു വലിയ കൊയ്ത്തിനായി തൻ്റെ ജനത്തെ എഴുന്നേൽപ്പിക്കുന്ന ആ ദൈവിക പദ്ധതിയിൽ ഇന്ന് പകൽ ചേർന്നു നിന്നുകൊണ്ട് അതിനെ ഒന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി നമുക്കൊന്ന് ഇന്ന് പകൽ എഴുന്നേൽക്കാം. അവൻ നമ്മെ ബലപ്പെടുത്തും, അവൻ നമ്മെ ശക്തീകരിക്കും. നമുക്ക് വേണ്ട കൃപകളെ പകർന്ന്, അഭിഷേകത്തെ പകർന്ന് അവൻ നമ്മെ നടത്തും. അങ്ങനെയെങ്കിൽ വിശ്വസിച്ചുകൊണ്ട് കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഓ റമന ശംഭാരകതേ, ഹല്ലേലൂയ. Oh Jesus, Ramanadaganidaganam shaganam the Ramanadaganagaduregada side. ഈ ഗാനത്തിന്റെ വരികൾ ഇന്ന് പകൽ വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങളായി പാടുക. പ്രവചന ശബ്ദമായി ഇന്ന് പകൽ നിങ്ങളിൽ അത് മുഴങ്ങട്ടെ. എഴുന്നേൽക്കുക. നമ്മെ അവൻ ബലപ്പെടുത്തുകയാണ്. നമ്മിലൂടെ വൻ കാര്യങ്ങളെ അവൻ ചെയ്യുകയാണ്. ഉണർവിനായി അവൻ നമ്മെ എഴുന്നേൽപ്പിക്കുകയാണ്. വിശ്വസിച്ചുകൊണ്ട് അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. ചേർന്ന് പാടുമോ? തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ. ഇന്ന് പകൽ അതിനായി കാത്തിരിക്കുന്നവർ ചേർന്ന് ഓ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാൻ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാൻ. ഓ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഓ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ,
നദിയായി ഒഴുകണമേ. കർമ്മേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ. ആത്മനദിയായി ഒഴുകണമേ. ഓ തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ. ആത്മനദിയായി ഒഴുകണമേ. ഓ തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ. ഓ തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി പതിയണമേ. ഓ കൊടുങ്കാറ്റായി വീശണമേ. We expect a revival. ഒരു ഉണർവ് ഞങ്ങൾ കൊതിക്കുന്ന യേശുവേ. ഓ തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ. ആത്മനദിയായി ഒഴുകണമേ. ഓ തീ പോലെ ഇറങ്ങണമേ. ഓ രാമാന ശൈലാരഗദേ. കൊടുങ്കാറ്റായി വീശണമേ. ഓ ആത്മനദിയായി ഒഴുകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ആശയോടെ കാത്തിരിക്കുന്നവരുടെ മേൽ, ഒരുമനപ്പെട്ട് കൂടിയിരിക്കുന്നവരുടെ മേൽ, ഈ ദിവസങ്ങളിൽ ആമേൻ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്നവരുടെ നാളുകളായുള്ള ചോദ്യത്തിന് ഉത്തരമായി ഈ ദിവസങ്ങളിൽ കൊടിയ കാറ്റുപോലെ ആമേൻ അഗ്നിയായി ഈ ദിവസങ്ങളിൽ ആ ഉണർവിൻ്റെ ആ വലിയ കാറ്റ് നമ്മിൽ അടുക്കട്ടെ. പരിശുദ്ധാത്മ ശക്തി നമ്മുടെ മേൽ ഇറങ്ങി വരട്ടെ. ആഗ്രഹിക്കുന്നവർ, അത് വളരെ വാഞ്ചയോടെ അതിനായി കാത്തിരിക്കുന്നവർ ഇന്ന് പകൽ കരങ്ങളെ അടിച്ച് Hallelujah. We glorify you, God. We glorify you, God. We glorify you, God. Jesus, 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 Jesus. Oh, Jesus. Hallelujah. Oh, Jesus. Hallelujah. Oh, Jesus. Jiva jalamaya vatatta niruravahe ആശ്വാസത്തിന്ദായകനേ നിൻ സാന്നിധ്യമെൻ വാഞ്ചയേ ജീവജലമായവനേ വറ്റാത്ത നീരൂറവയേ ആശ്വാസത്തിന്ദായകനേ നിൻ സാന്നിധ്യമെൻ വാഞ്ചയേ ശുദ്ധാത്മാവേ നീ വന്നിടണേ മൺപാത്രമാകും ഞങ്ങളിൽ നിൻ ശക്തിയാൽ നിറച്ചിടും ദിനം തോറും നടത്തും പരിശുദ്ധാത്മാവേ ഞങ്ങളെ വഴി നടത്തുന്ന, നമ്മളെ എല്ലാം ഉള്ളവനെ പോലെ നടത്തുന്ന
കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഇന്ന് പകലിൽ നമ്മളെ നിറയ്ക്കുവാൻ നന്ദിയോടെ നമുക്ക് ഒരുമിച്ച് നമ്മളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. ഇന്ന് പകലിലും കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുന്നു. അർഹിക്കാത്ത നന്മകൾ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തന്നത് ഓർക്കുമ്പോൾ ഞങ്ങൾക്കൊരിക്കലും അങ്ങേ സ്തുതിക്കാതിരിക്കുവാൻ കഴിയത്തില്ല. ഞങ്ങൾ ഏതവസ്ഥകളിലും അങ്ങ് ഞങ്ങളെ നടത്തുന്ന ദൈവമാണ്. ഞങ്ങളുടെ ഏക സാഹചര്യത്തിലും അങ്ങ് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ദൈവമാണ്. ഇന്ന് പകലിൽ കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ഹൃദയം തുറന്ന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. നന്ദിയാൽ പാടും ഞാൻ. നീ എന്നെ സ്നേഹിപ്പാൻ, നീ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ നാഥ. ഓ നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹമെന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ, നീ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ നാഥ. ഓ നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹമെന്തുള്ളൂ. ചേർന്ന് പല്ലാമോ. ഒന്നുമില്ലായ്മയിൽ, ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ, നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോൾ, നിൻ സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. നന്ദിയാൽ പാടും. ഹൃദയം തുറന്ന് ചേർന്ന് പാടാം. ഒന്നുമില്ലായ്മയിൽ, ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോൾ, നിൻ സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. നീ എന്നെ സ്നേഹിപ്പാൻ, നീ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ നാഥ. ഓ നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹമെന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ, നീ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ നാഥ. നീ എന്നെ
ജീവിതത്തിൽ ഭാരങ്ങളൊക്കെ കടന്നു വരുമ്പോഴും, നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളൊക്കെ കടന്നു വരുമ്പോഴും, ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വാസത്തോടെ കർത്താവിനോടൊന്ന് പറയുവാൻ കഴിയും, കർത്താവ്, ഞങ്ങൾക്ക് ആശ്രയിക്കുവാൻ അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ല. ഇന്ന് പകലിൽ ഒരുപക്ഷെ സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമല്ലായിരിക്കാം. എന്നാൽ ഞാൻ പറയട്ടെ, നമ്മുടെ ഏത് പ്രതികൂലത്തെയും അനുകൂലമാക്കുന്ന ഒരു നല്ല കർത്താവാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് അവനിൽ ആശ്രയിക്കുന്നവരെ അവൻ ഒരിക്കലും കൈവിടുന്ന ദൈവമല്ല. അതുകൊണ്ടാണ് ബൈബിളിൽ പ്രകാരം പറയുന്നത്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. അതുകൊണ്ട് ഇന്ന് പകലിൽ നാം അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി, അവൻ മാത്രമാണ് നമ്മളെ സഹായിക്കുവാൻ കഴിയുന്നവൻ, അവൻ മാത്രമാണ് നമ്മുടെ സൗഖ്യദായകൻ. ആ യേശു കർത്താവിനെ നമുക്ക് നന്ദിയോടെ എന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ആകുലവേളകളിൽ ആശ്വാസമായി നീ, ഭാരത്തിൻ നാളതിൽ അത്താണിയായി നീ. ആകുലവേളകളിൽ ആശ്വാസമായി നീ, ഭാരത്തിൻ നാളതിൽ അത്താണിയായി നീ. ചേർന്ന് പാടാമോ? നീ എന്നെ സ്നേഹിപ്പാൻ, നീ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ നാഥ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹമെന്തുള്ളൂ. ചേർന്ന് പാടാമോ? നീ എന്നെ സ്നേഹിപ്പാൻ, നീ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ നാഥ, ഓ നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹമെന്തുള്ളൂ. തലമുറ തലമുറയായി നമ്മളെ കരുതുന്ന ഒരു നല്ല കർത്താവ്. നാം നമ്മുടെ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് പറയുവാൻ കഴിയും, കർത്താവ് നടത്തിയെന്നല്ലാതെ മറ്റൊന്നും നമുക്ക് പറയാൻ കഴിയത്തില്ല. കാരണം ഒരുപക്ഷെ ഈ കർത്താവിനെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ നാം പാപത്തിന് അടിമകളായി തീരുമായിരുന്നു. എന്നാൽ ഇന്ന് പകലും കർത്താവിന്റെ സ്നേഹമാണ് നമ്മളെ നിലനിർത്തിയത്. അതുകൊണ്ട് പാട്ടുകാരൻ പറയുന്നത്, നിൻ സ്നേഹത്തിന്റെ ആഴം അതാർക്കും വർണ്ണിക്കുവാൻ കഴിയത്തില്ല. നമുക്കറിയാം, മരണം വരെ കൂടെ കാണുമെന്ന് പറയുന്നവരൊക്കെ ഒരുപക്ഷെ നമ്മുടെ പ്രശ്നങ്ങൾ കണ്ട്, നമ്മുടെ പ്രതികൂലങ്ങൾ കണ്ട് അവർ മാറിപ്പോകുമ്പോഴും ആ കർത്താവ് നമ്മൾ ഒരിക്കലും കൈവിടുന്ന ദൈവമല്ല. അവൻ നമ്മൾ ഒരിക്കലും മാറ്റി നിർത്തുന്ന ദൈവമല്ല. അവന്റെ സ്നേഹം എത്ര വർണ്ണിച്ചാലും മതിയാവത്തില്ല. ആ നല്ല കർത്താവിന്റെ സ്നേഹത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടിയൊന്ന് സ്തുതിക്കാം. താങ്ക് യു ജീസസ്. തലമുറ തലമുറയാ കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം ആർക്കു വർണ്ണിച്ചിടാം. തലമുറ തലമുറയാ കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിനാഴം, നിൻ സ്നേഹത്തിൻ ആഴം ആർക്കു വർണ്ണിച്ചിടാ. ചേർന്ന് പാടാമോ? നീ എന്നെ സ്നേഹിപ്പാൻ, നീ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ നാഥ, നീ എന്നെ ഓർക്കുവാൻ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹമെന്തുള്ളൂ, എൻ ഗ്രഹമെന്തുള്ളൂ.
ചേർന്ന് പാടാമോ? നീ എന്നെ സ്നേഹിപ്പാൻ, നീ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ നാഥാ. നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹമെന്തുള്ളൂ. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തിയ, നിന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോൾ, നിൻ സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ, നന്ദിയാൽ പാടും ഞാൻ. ചേർന്ന് പാടാം. ഒന്നുമില്ലായ്മയിൽ, ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തിയ, നിൻ സ്നേഹം ഓർക്കുമ്പോൾ, നിൻ സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. അതുകൊണ്ട് ചേർന്ന് നീ എന്നെ സ്നേഹിപ്പാൻ, നീ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ നാഥാ. ഓ നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹമെന്തുള്ളൂ. ഹൃദയം തുറന്നു ചേർന്ന് പാടാമോ? നീ എന്നെ സ്നേഹിപ്പാൻ, നീ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ നാഥാ. നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹമെന്തുള്ളൂ, എൻ ഗ്രഹമെന്തുള്ളൂ. ഒരിക്കൽ കൂടെ ചേർന്ന് നീ എന്നെ സ്നേഹിപ്പാൻ, നീ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ നാഥാ. നീ എന്നെ ഓർക്കുവാൻ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹമെന്തുള്ളൂ. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ, ഇത്ര നല്ല സ്നേഹമേ, ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തുന്നു. പലപ്പോഴും നാം ഈ കർത്താവിന്റെ സ്നേഹം വിട്ട് പാപത്തിന്റെ മോഹങ്ങളിലേക്ക് പോയിട്ടുണ്ട്. എങ്കിൽ ഇന്ന് പകൽ ആ കർത്താവിനോടൊന്ന് പറയാൻ കഴിയുമോ? അപ്പൊ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് പാപം ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്കിൽ ഈ പകലിൽ കർത്താവ് എന്റെ ഹൃദയത്തെ ഞാൻ പൂർണ്ണമായി അപ്പന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവ് എന്റെ പാപങ്ങളെ അങ്ങ് ക്ഷമിക്കണമേ. ഇന്ന് പകലിൽ കർത്താവ് അങ്ങയുടെ മകനെന്ന് വിളിക്കുവാൻ അങ്ങനെ യോഗ്യനാക്കി തീർക്കണമേ. ഒരിക്കലും യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് അപ്പൊ അങ്ങനെ ഉയർത്തുന്നതോർത്ത്, അങ്ങ് ഞങ്ങളെ മാനിക്കുന്നതോർത്ത് ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു കർത്താവേ. പാട്ടുകാരൻ പാടിയതുപോലെ അങ്ങയുടെ സ്നേഹത്തെ എത്ര വർണ്ണിച്ചാലും മതിയാവത്തില്ല. അങ്ങ് ഞങ്ങളെ നടത്തുന്ന വിധങ്ങളെ ഓർത്താൽ അങ്ങ് എത്ര സ്തുതിച്ചാലും മതിയാവത്തില്ല. ഓ താങ്ക് യു ജീസസ്. ഓ ഹല്ലേലൂയ. നാം പാടിയതുപോലെ പാപികളായിരുന്ന നമ്മളെ ഓരോരുത്തരെയും കർത്താവിന്റെ സ്നേഹമാണ് നമ്മളെ തിരഞ്ഞെടുത്തത്. ഒരുപക്ഷെ നമ്മുടെ യോഗ്യതകൾ നോക്കിയാണെങ്കിൽ ഒരുപക്ഷെ ഈ സ്നേഹം അനുഭവിപ്പാൻ നാം ഒരിക്കലും യോഗ്യരല്ല. എങ്കിൽ ഇന്ന് പകലിലും യോഗ്യതയില്ലാത്ത സ്ഥാനത്തും
ആ കർത്താവിൻ്റെ സ്നേഹമാണ് നമ്മളെ നിലനിർത്തിയത്. അതുകൊണ്ടാണ് പാട്ടുകാരൻ ഇപ്രകാരം പറയുന്നത്: പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനായി യേശു ക്രൂശിലേറി തൻ്റെ ജീവൻ അർപ്പിച്ചു. യേശു എത്ര വല്ലഭൻ, യേശു എത്ര നല്ലവൻ, 10,000-ൽ അവൻ അതിശ്രേഷ്ഠനാണ്. മനോഹരമായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഈ ഗാനം നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ കരങ്ങളെ തട്ടി കർത്താവിനെ സ്തുതിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് ഒരുമിച്ച് കരങ്ങളെ തട്ടി സന്തോഷത്തോടെ ഈ ഗാനം പാടി നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനായി യേശു ക്രൂശിലേറി തൻ്റെ ജീവൻ അർപ്പിച്ചു. പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനായി യേശു ക്രൂശിലേറി തൻ്റെ ജീവൻ അർപ്പിച്ചു. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലഭൻ, 10,000-ൽ അതിശ്രേഷ്ഠനവൻ. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലഭൻ, 10,000-ൽ ചേർന്ന് പാടാം. യേശുവിൻ നാമോ, യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം എൻ ജീവിതത്തിലേകയാസ്. യേശുവിൻ നാമോ, യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം എൻ ജീവിതത്തിലേകയാസ്. ഓ ഞാനെന്ന് സ്തുതിക്കും, ഞാനെന്ന് വാഴ്ത്തും എൻ യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. ഞാനെന്ന് സ്തുതിക്കും, ഞാനെന്ന് വാഴ്ത്തും എൻ യേശുവിൻ നാമം എനിക്കെത്ര. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി സ്തുതിക്കാം. എല്ലാ കരങ്ങളും തട്ടി സന്തോഷത്തോടെ. അവന്റെ നാമം ഏറ്റവും വലിയ നാമമാണ്. യേശുവിന്റെ നാമത്തെ പോലെ ഈ ലോകത്തിൽ മറ്റൊരു നാമമില്ല. നമ്മുടെ ദൈവത്തെ പോലെ വലിയവൻ മറ്റാരുമില്ല. ആ നല്ല കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി. ഓ താങ്ക് യു ജീസസ്. നല്ലിടയനായ യേശുനാഥൻ നിരന്തരമായി എന്നെ വഴി നടത്തും. നല്ലിടയനായ യേശുനാഥൻ നിരന്തരമായി എന്നെ വഴി നടത്തും. അവൻ എന്നെ ശാസിക്കും, അവൻ എന്നെ രക്ഷിക്കും, തൻ കൊടിക്കീഴിൽ എന്നെ നിത്യം നടത്തും അവൻ. ഓ അവൻ എന്നെ ശാസിക്കും, അവൻ എന്നെ രക്ഷിക്കും, തൻ കൊടിക്കീഴിൽ എന്നെ. യേശുവിൻ നാമോ, ഓ യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം എൻ ജീവിതത്തിലേക. യേശുവിൻ നാമോ, യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം എൻ ജീവിതത്തിലേക. ഞാനെന്ന് സ്തുതിക്കോ, ഞാനെന്ന് സ്തുതിക്കും, ഞാനെന്ന് വാഴ്ത്തും എൻ യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. ഓ ഞാനെന്ന് സ്തുതിക്കും, ഞാനെന്ന് വാഴ്ത്തും എൻ യേശുവിൻ നാമം. സമാധാനമില്ലാതെ ഞാൻ, ഓ സമാധാനമില്ലാതെ ഞാൻ അറിഞ്ഞു, യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു. അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങി, തൻ ഭുജബലത്താൽ എന്നെ നടത്തുക. ഓ അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങി, തൻ ഭുജബലത്താൽ. യേശുവിൻ നാമോ, ഓ യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം എൻ ജീവിതത്തിലേക. യേശുവിൻ നാമോ, യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം. ഞാനെന്ന് സ്തുതിക്കോ, ഞാനെന്ന് സ്തുതിക്കും, ഞാനെന്ന് വാഴ്ത്തും എൻ യേശുവിൻ നാമം എനിക്കെത്ര. ഞാനെന്ന് സ്തുതിക്കോ, ഞാനെന്ന് സ്തുതിക്കും, ഞാനെന്ന് വാഴ്ത്തും എൻ യേശുവിൻ നാമം എനി. പാപിയായിരുന്നെന്നെ, പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനായി യേശു ക്രൂശിലേറി തൻ്റെ ജീവൻ അർപ്പിച്ചു. പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനായി യേശു ക്രൂശിലേറി തൻ്റെ. യേശു എത്ര നല്ലവൻ, യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലഭൻ, 10,000-ൽ യേശു എത്ര നല്ലവൻ. ഓ യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലഭൻ, 10,000-ൽ. യേശുവിൻ നാമോ, യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം എൻ ജീവിതത്തിലേക. യേശുവിൻ നാമോ, യേശുവിൻ നാമം,
എന്റെ യേശുവിൻ നാമം എൻ ജീവിതത്തിലേ. ഞാനെന്ന് സ്തുതിക്കോ, ഞാനെന്ന് സ്തുതിക്കും, ഞാനെന്ന് വാഴ്ത്തും എന്റെ യേശുവിൻ. ഓ എനിക്ക് ചെയ്യാൻ, ഓ ഞാനെന്ന് സ്തുതിക്കും, ഞാനെന്ന് വാഴ്ത്തും എന്റെ യേശുവിൻ. ഞാനെന്ന് സ്തുതിക്കോ, ഓ ഞാനെന്ന് സ്തുതിക്കും, ഞാനെന്ന് വാഴ്ത്തും എന്റെ യേശുവിൻ നാമം. ഞാനെന്ന് സ്തുതിക്കോ, ഞാനെന്ന് സ്തുതിക്കും, ഞാനെന്ന് വാഴ്ത്തും എന്റെ യേശുവിൻ നാമം. ചേർന്ന് ഞാനെന്ന് സ്തുതിക്കും, ഓ ഞാനെന്ന് സ്തുതിക്കും, ഞാനെന്ന് വാഴ്ത്തും എന്റെ യേശുവിൻ നാമം. എനിക്ക് ഞാനെന്ന് സ്തുതിക്കോ, ഞാനെന്ന് സ്തുതിക്കും, ഞാനെന്ന് ശിഖനം ധിഗനാധുരീവ മനശേ ഓരിവനവനം ശിഖനം ജിവനൂധരം ശകലം ജേ ഓരമനം ശകലം ജിഗനാഥനരിഗമനമനമനം ശിഖലം ജേ ഓരമനം ശിഖനം ജിഗനാഥനരിഗമനം ശകലം ജേ ഓരിവനവനം ശിഖലഗതനരിഗമനം ശിഖലം ജിഗനാഥേ ഓരമനം ശിഖലം ജിഗനാഥനരിഗമനമനമനം ശിഖലം ജേ ഓരമനം ശിഖലം ജിഗനാഥനരിഗമനമനമനം ശകലം ജേ ഓരമനാഥുനരിഗമനാഥുനരിഗമനം ശേ ഓരിവനവനം ശിഖലം ജുനരിഗമനമനമനം ശിഖലനരേ ഓരം ശകലം ജിഗനാഥനരിഗമനം ശകലം ജേ ഓരമനം ശിഖലം ജിഗനാഥനരിഗമനമനമനം ശേ. Hallelujah. Thank you, Jesus. Oh, Ramanam Shigana, Junarigamanam Shagadate. Oh, പരിശുദ്ധനെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. ഓ റബനബനബനബ ശബ്ദനേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ തരങ്ങളും ചലിപ്പിച്ച് നന്ദിയോടെ വായ്കളെ തുറന്ന് അന്യഭാഷകൾ ലഭിച്ചവർ വായ്കളെ തുറന്ന് അല്പസമയങ്ങളിൽ കർത്താവിനെ അന്യഭാഷകളിലൊന്ന് സ്തുതിച്ചാട്ടെ. ഓ റബനബനബനബ ശബ്ദനേ. ഹല്ലേലൂയ. ഓ റബനബനബരക ശിഗനഗദന ഹദുരിഗമന. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. Oh, hallelujah. Jesus, hallelujah, hallelujah. നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവ്